തന്നെക്കാട്ടിലും ശബ്ദമുണ്ട്, അല്ല അഷ്റഫ് അലിയെക്കാട്ടിലും ശബ്ദമുണ്ട് തനിക്ക് എന്ന് പറഞ്ഞു. ശബ്ദത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ്. മുകേഷ് MLA-യുടെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും നിയമത്തിൻ്റെ മുമ്പിൽ ഒരാളായിട്ട് കാണണം. രണ്ട് രീതിയിൽ കാണാൻ പാടില്ല. തീവ്രത കൂടിയ ഇതുണ്ടോ, തീവ്രത കുറഞ്ഞതുണ്ടോ എന്നുള്ള സംശയം. പത്തനംതിട്ട ജില്ലയിലെ CPM-ൻ്റെ സമുന്നതനായ വനിതാ നേതാവാണ് പറഞ്ഞത് മുകേഷിൻ്റെ തീവ്രത കുറഞ്ഞതാണെന്ന്. അങ്ങനെ ഒരു ലൈംഗികത ഉണ്ടോ? ഈ എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെന്റിന്റെയും തീവ്രത ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് അറിഞ്ഞിട്ടാവും മറുപടി, ഒന്ന് പറഞ്ഞോട്ടെ. അല്ല പറയും, എന്താ അവരെവിടെ ഉള്ള കോൺഗ്രസിലുണ്ടോ? അല്ല, അത് നിയമത്തിന്റെ വഴിക്ക് ആണോ? അപ്പൊ നിയമത്തിന്റെ വഴിക്കാണോ? നിയമം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെയാണ്. മുകേഷിന് ഒരുപോലെയാണ്, വിൻസെന്റിന് ഒരുപോലെയാണ്, കുന്നപ്പള്ളിക്ക് ഒരുപോലെയാണ്. ഏതാണ് തീവ്രത കൂടിയത്? അതാണ് ചോദ്യം. നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഈ പച്ചപ്പട ഗ്രൂപ്പിൽ കിട്ടുന്ന ക്യാപ്സ്യൂളുമായി ചർച്ചയ്ക്ക് വരരുത് ദയവ് ചെയ്തിട്ട്. എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസ് പാർട്ടിയിലുണ്ടോ? അന്വേഷിക്കുകയാണ്, കേസിന്റെ വഴിക്കാണ്. അത് തന്നെയാണ് മുകേഷിന്റെയും കേസ്. അത്രേ പറഞ്ഞുള്ളൂ. അടുത്ത ചോദ്യം LDF-ന്റെ പ്രതിനിധിയോടാണ്. മുകേഷിന് അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം കൊടുത്ത് ജാമ്യത്തിലാണ്. അതിനെന്താ പറയാനുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതി വന്നിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചു. ആ ആക്ഷേപം ഉന്നയിച്ച ഉടനെ തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പ്രത്യേക ബ്ലോക്കായിരുത്തി എല്ലാം ചെയ്തു. നിങ്ങൾ എന്തു ചെയ്തു മുകേഷിന്? അതുപോലെ തന്നെ പാലക്കാട് PK ശശിയെ DYFI വനിതാ നേതാവാണ് പരാതി കൊടുത്തത്. അതിലെന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് ഈ ഗർഭക്കേസും പെണ്ണുകേസും അല്ലാതെ രാഷ്ട്രീയത്തെ നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ജീർണിച്ച വ്യക്തിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ കോവൾ MLA എവിടെയുണ്ട്? എൽദോസ് കുന്നപ്പള്ളി എവിടെയുണ്ട്? അവർ കോൺഗ്രസ്സുകാരല്ലേ? അവർ കോൺഗ്രസ്സുകാരല്ലെന്നാണോ? ശരി, അത്രേ ഉള്ളൂ എന്ന മറുപടി. എന്റെ മറുപടി അത്രേ ഉള്ളൂ. ശരി, വേറെ ചോദ്യം. ഇവിടുത്തെ പോലീസ് എത്ര കാലമായി വിൻസെന്റിന്റെ പ്രസിഡന്റായിട്ട്? ഇവിടുത്തെ പോലീസ് എന്താണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിട്ട് അദ്ദേഹത്തെ തുറങ്കിലടക്കാത്തത്? എന്താണ് ഇവിടുത്തെ ഇവരെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പോലീസ്, പിണറായിയുടെ പോലീസ് അത്ര മോശമാണോ? അത് സംഭവിക്കാദ്യം. എന്നാ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പറയൂ. അഭിലാഷേ, ഈ പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കണം. രണ്ടു പക്ഷത്തും സ്ത്രീ പീഡകര് ധാരാളമുണ്ട് എന്ന് രണ്ടു കൂട്ടർ സമ്മതിക്കുന്നു. ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ഇവര് നാരി ശക്തിയുടെ ചൂടറിയാത്തതിന്റെ കുഴപ്പമാണ്. എന്നോടല്ലേ ചോദ്യം? ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ ഈ ചോദ്യം കേട്ട മനുഷ്യർക്ക് മനസ്സിലാകും UDF ഈ കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ച്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേരളത്തിലെ പോലീസ് ഇവിടെ നിന്ന് രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിലും മൊത്തത്തിൽ കൊടുത്തിട്ട് ഒരാൾ പോലും പരാതി കൊടുത്തില്ല. പറയട്ടെ, മുഴുവൻ പറഞ്ഞതിന് ശേഷം മറുപടി പറയും. അത് കഴിഞ്ഞ ശേഷം ഇലക്ഷന്റെ തലേന്ന് CPM-ന്റെ ഓഫീസിൽ നിന്ന് കൊടുത്ത ചട്ടകം പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പെണ്ണ് പോവാ ചെയ്തത്. രണ്ടാമത് കൊടുത്ത പെണ്ണിന്റെ പേരും അഡ്രസ്സും അറിയില്ല. ഇപ്പോഴും മെയിൽ ID മാത്രം കയ്യിലുണ്ടെന്ന പോലീസിന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത് പരാതി കൊടുത്ത ആളെ ഇലക്ഷന്റെ തലേന്ന് വരെ പോലീസ് പറഞ്ഞതിന് ശേഷം ഒരാൾ പോലും പരാതി പോലീസിന് മുമ്പ് വന്നില്ല. പിന്നെ എഴുതി തിരക്കഥയെ പോലെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇവരെ എഴുതി തിരക്കഥ പോലെ ഒരാൾ വരികയാണ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. കൂടുതൽ ചോദ്യങ്ങൾ. ഇദ്ദേഹം അവസാനം ചോദിച്ച ചോദ്യം പരാതിക്കാരിയെ, ഇരയെ അപമാനിക്കുന്ന ചോദ്യമാണ്. അത് കേൾക്കുന്നവർക്കറിയാം. രണ്ടാമത്തെ പരാതിക്കാരിക്ക് മെയിൽ ID മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ജീർണിച്ച വ്യക്തിയെ ഇനിയും പൊതിഞ്ഞു പിടിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തല്ലേ പൊതിഞ്ഞു പിടിക്കുകയാണ്. നിങ്ങളോട് കേരളം കണക്ക് ചോദിക്കും. ഇപ്പൊ വിൻസെന്റിനെയും അതുപോലെ തന്നെ എൽദോസിനെയും ചോദിച്ചപ്പോൾ പോലീസ് എന്തൊരു നടപടിത്തില്ലെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് നിയമത്തിൻ്റെതായ കാലതാമസമുണ്ട്. അപ്പോൾ അത് ന്യായീകരിക്കാൻ ഒരു വഴം. അതേപോലെ തന്നെ രാഹുലിൻ്റെ വിഷയം പറയുമ്പോൾ വേറൊരു നയം. ഈ രീതിയിൽ ആടി ഉലയുന്ന അഫ്സലിനെയാണ് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നയമില്ല. ഇവിടെ ഏതാ ആ വന്യവയോധികനായ ആ വ്യക്തി ചോദിച്ചതുപോലെ നിങ്ങൾ ഓരോ ലൈംഗിക ആരോപണം വന്നാലും നിങ്ങളുടെ ആളുകളാണോ നിങ്ങൾ സംരക്ഷിക്കും. അപ്പോൾ നിങ്ങൾ തീവ്രത അളക്കും. അത് ശശിയുടെ കാര്യത്തിലാണെങ്കിലും മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിലും അതൊരു ഉളുപ്പമില്ലാതെ പറയാൻ നിങ്ങൾക്ക് കുറച്ച് വനിതാ നേതാക്കന്മാരുണ്ട്. അവർക്കപ്പോൾ സ്ത്രീപക്ഷ ചിന്തയുണ്ടാവില്ല. അവർക്ക് കേരളത്തിലെ സാംസ്കാരിക ബോധം ഉണ്ടാവില്ല. അതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.